ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം തീർന്നീടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. തീർന്നീടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. മാത്രം തീരണമേ. ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തിരുനാമമുയർന്നിടട്ടെ. തീർന്നീടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം സമർപ്പിച്ചിരിക്കുക. ദൈവം നമുക്കുള്ള മറുപടിയും നമുക്കുള്ള ക്രമീകരണവും സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരണം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടത് പ്രകാരം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവനിൽ നിന്നും ദൈവത്തിൽ നിന്നും വിട്ടുമാറി തീർത്തും ശത്രുവിൻ്റെ കൈവശമായി തീരുവാൻ ശത്രു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അകൃത്യം. ദൈവത്തിൻ്റെ ദാസനായും ദൈവത്തിൻ്റെ മക്കളായും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സമ്പൂർണമായി ശത്രുവിന് കിട്ടണമെങ്കിൽ അവനെ കൊണ്ട് അകൃത്യം ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കുമ്പോൾ അവൻ്റെ നാവിനെ ഒന്നാമത്തേക്ക് കിട്ടണം. അകൃത്യം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു. അവൻ തെറ്റ് ചെയ്താൽ അവൻ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നാവിൻ്റെ നിയന്ത്രണം വിട്ടുപോകും. എങ്ങോട്ട് പോകുന്നു? അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുറവ് വന്നുപോയി, അബദ്ധം പറ്റിപ്പോയി, സഹോദരനെ കൊല്ലുവാൻ ഇടയായി തോന്നുന്നല്ല പറഞ്ഞത്. ഉടനെ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? ചോദിച്ചതാരാണ്? അകൃത്യം എൻ്റെ വായെ പഠിപ്പിക്കുന്നു. അവൻ ചെയ്ത അകൃത്യമാണ് അവൻ്റെ നാവിനെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തതാണ് നമ്മൾ പഠിക്കുന്നത്, ഉയരത്തിലേക്ക് നോക്കാൻ സാധിക്കാതെ വണ്ണം എൻ്റെ അകൃത്യം എന്നെ എത്തിപ്പിടിച്ചിരുന്നു. ദൈവത്തിലേക്ക് നോക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ മുഖം എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയായിരിക്കണം? ദൈവത്തിലേക്ക് നോക്കണം എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കമായിരിക്കണം.
മുഖം നിഷ്കളങ്കമാകണമെങ്കിൽ 2 ക്രമീകരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നിന്റെ കൂടാരത്തിൽ നീതികേടുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളക. അപ്പോൾ നീ കളങ്കം കൂടാതെ ദൈവത്തിലേക്ക് പോകുമായിരുന്നു. മുഖത്ത് കളങ്കം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? കൂടാരത്തിലെ അനീതി, കയ്യിലെ ദ്രോഹം. നമ്മുടെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ, നമ്മുടെ കൂടാരത്തിൽ അനീതി ഉണ്ടെങ്കിൽ അതെവിടെ ബാധിക്കും? മുഖത്തെ ബാധിക്കും. മുഖത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കും? കള്ളൻ എവിടെ നോക്കും? കീഴ്പോട്ട് നോക്കും, ഒരിക്കലും മേലോട്ട് നോക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ അവങ്കിലേക്ക് മുഖമുയർത്തുമ്പോൾ കയ്യിൽ നീതികേടുണ്ട്, കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ, കൂടാതെ നീതികേടുണ്ടെങ്കിൽ അതിനെ അകറ്റുക. അകറ്റി കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? നിഷ്കളങ്കമായി കളങ്കം കൂടാതെ മുഖമുയർത്തും. വീണ്ടും നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്. അകൃത്യഭാരം ചുമക്കുന്നൊരു ജനം എപ്പോഴും ഭാരമാണ്. ഭാരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യന് ഭാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് അറിയാം. ഒരു വസ്തുവിന് ഭാരം ഉണ്ടാകുന്ന ആകർഷണം കൊണ്ടാണ്, ഗുരുത്വാകർഷണം കൊണ്ടാണ്. ഗുരുത്വാകർഷണമാണ് ഭാരത്തിന് കാരണം. അകൃത്യം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പ്രാണന് ഭാരം ഉണ്ടാകും. അതൊരു ആകർഷണം കൊണ്ടാണ്. എങ്ങോട്ട് ആകർഷണം കൊണ്ട്? പാതാളത്തിലേക്കുള്ള ആകർഷണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നെഞ്ചിന് ഭാരം ഉണ്ടാവും, ഉടനെ ഭാരം ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ പ്രാണന് പാതാളത്തോട് ആകർഷണം വന്നു. ആ സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാണൻ എങ്ങോട്ട് പോകും? ആ പാതാളത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ മരണസമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം? തൻ്റെ ഭക്തന്മാരെ മരണ യഹോവയ്ക്ക് ഏറ്റവും സൂക്ഷിച്ചാൽ ആ സമയത്ത് ഇതുണ്ടാകാൻ പാടില്ല. എന്തുണ്ടാകാൻ പാടില്ല? ഭാരം ഉണ്ടാകാൻ പാടില്ല. വേറൊരു ഗുരുത്വാകർഷണമുണ്ട്. അങ്ങോട്ടാ മുകളിലേക്കുള്ളൂ. അവിടുത്തെ ഘനം ഏതാ? തേജസ്സാണ് അവിടുത്തെ ഘനം. അതുകൊണ്ട് നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകും, അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ അവൻ്റെ ശരീരം വിട്ടുകഴിഞ്ഞാൽ അവൻ ആരും നിർബന്ധിക്കേണ്ട, അല്ലാതെ തന്നെ ആ ആകർഷണത്തിൽ ഉയരത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ ശത്രു ജയിക്കുന്നതാണ് അകൃത്യഭാരം ഉണ്ടാകും. അകൃത്യം ചെയ്യും, അതോടെ ഭാരം ഉണ്ടാകും. ഇപ്പം എത്രണ്ണായി? ഇപ്പം എവിടെയൊക്കെയായി? മറന്നുപോയോ? അകൃത്യം വായെ പഠിപ്പിക്കും, അകൃത്യം ഭാരമുണ്ടാക്കും, പിന്നെ അകൃത്യം മുഖത്തെ കളങ്കമുണ്ടാക്കും, അകൃത്യം ഭാരമുണ്ടാക്കും. എത്രണ്ണായി? 4 നമുക്ക് ഭാരമുണ്ടാക്കുന്നത് നമ്മൾ വായെ പഠിപ്പിക്കും, മുഖത്ത് കളങ്കമുണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഓരോന്നോരോന്നായി ശത്രുവിൻ്റെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വീണ്ടും നമ്മൾ പഠിക്കുന്നത് അകൃത്യത്തിൽ ജീവൻ കഴിക്കുന്ന ഒരുത്തിനും ശക്തി പ്രാപിക്കുകയില്ല, ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കും. ബലമില്ല. എവിടെ ബലമില്ല? ആത്മീയ ബലമില്ല, ശക്തിയില്ല, അവൻ്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആണ് മനുഷ്യനെ ആക്കുന്നത്. എന്നാൽ അടുത്തൊരു കാര്യമുണ്ട്. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയക്കുന്നു. അകൃത്യം അടുത്ത് പിടിക്കുന്ന ഭാഗം ഏതാണ്? കുതികാൽ. അപ്പോൾ ഇതിനെല്ലാം ബാധിക്കും. മുഖത്തെ ബാധിക്കും, വായനെ ബാധിക്കും, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കും, ബലത്തെ ബാധിക്കും, കാലിനെ ബാധിക്കും. അകൃത്യം കുതികാലിനെ ബാധിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അകൃത്യം കുതികാലുമായിട്ട് ബന്ധപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രാഥമിക ലക്ഷണമാണ് നമ്മൾ കേട്ടത്. എന്താണ്? കാൽ അടക്കി വയ്ക്കാൻ സാധിക്കില്ല. തിരക്കോട് തിരക്കായി, ശകലം പോലും സമയമില്ല. ദൈവസന്നിധിയിൽ കാലടക്കി വെച്ചിരുന്നാൽ പരിഹാരമുണ്ട്. പക്ഷെ കാലടക്കി വയ്ക്കാൻ സമ്മതിക്കില്ല. അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്?
അതറിയാൻ പാടില്ല. കാരണം അവൻ ചെയ്ത അകൃത്യം അവനെ കൊണ്ട് ഓടിക്കുക. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ ചെയ്ത അകൃത്യം നിമിത്തം അതിൻ്റെ ഫലം അനുഭവിപ്പാൻ ഓടിക്കൊണ്ടിരിക്കുക, അത് അടക്കി വയ്ക്കാൻ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ്. അവന് ചെയ്ത തെറ്റിനെ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. ക്ഷമിക്കണമെങ്കിൽ മാനസാന്തരം വേണം. മാനസാന്തരം ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് മാനസാന്തരം ഉണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള അടയാളമാണ് എന്ത് ചെയ്യും? കാൽ അടക്കി വയ്ക്കും. ഇത് ദൈവത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് കാലടക്കി വയ്ക്കുന്നവന് വിടുതലുണ്ട്. അത് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ചെയ്ത തെറ്റിൻ്റെ വലിപ്പമല്ല, ചെയ്ത തെറ്റെത്ര വലുതെന്നുള്ളതല്ല. ഏറ്റവും ആദ്യം അവന് എന്തിനു കഴിയണം? കാലടക്കി വയ്ക്കാൻ കഴിയണം, അടക്കി വയ്ക്കണം. കാരണം ഇവനെ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഈ ചെയ്ത അകൃത്യം അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് ഇവനെ ഓടിക്കുക. ഈ ഫലം ഓടിപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, യൂദായുടെ കാല് ശത്രു ബാധിച്ചു, അകൃത്യവൻ്റെ കുതികാലിനെ പിന്തുടർന്നു. അതിനെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? യൂദായുടെ കുതികാലിനെ അകൃത്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? അല്ല, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കും. ഇവൻ ചെയ്ത അകൃത്യം അവൻ്റെ കുതികാലെ പിന്തുടർന്നതിന് ശേഷം കുതികാല് ഉയർത്തിയത് എങ്ങോട്ടാണ്? കർത്താവിനെ വെച്ചു കൊടുക്കുക. അങ്ങനെ അവനെ കൊണ്ടുപോയി ആ കുതികാൽ ദുഷ്ടം നിയന്ത്രിച്ച് കൊണ്ടുപോയി അകൃത്യം ചെയ്യിച്ചു. അതും ഉടയവനെ വെച്ചു കൊടുത്തു. അപ്പോഴും ദൈവം തയ്യാറാണ്. ഇനിയെങ്കിലും എന്ത് ചെയ്യാം? ഇപ്പോഴും തയ്യാറാ ദൈവം എന്ത് ചെയ്യാനായിട്ട്? കാലടക്കി വയ്ക്കാൻ. അത്രയും വലിയ തെറ്റിൻ്റെ മുമ്പിലും അവനെ വിടുവിക്കാൻ തയ്യാറുള്ള ദൈവം നോക്കിക്കൊണ്ടിരിക്കെ അവൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോയെന്നറിയോ? ശരണത്തിനായിട്ട്, വിടുതലിന് വേണ്ടിയിട്ട്. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് അവൻ പോയിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് അവനെ പോകുന്ന കേട്ടോ. മാനസാന്തരത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ടോ? അവൻ ഒരാൾ സാക്ഷ്യത്തിൽ എഴുന്നേറ്റെന്ന് പറയാ, ഈ സഭയിൽ ആർക്കെല്ലാം വേദന ഉണ്ടായിട്ടുണ്ടോ, എന്നെക്കൊണ്ട് ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ, എന്നെക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടായിട്ടോ, അവരോടൊക്കെയും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എല്ലാവരും ക്ഷമിച്ചോളും. വേണമെങ്കിൽ ദൈവത്തിന് വചനം പറയുന്നത്, തെറ്റ് നിമിത്തം ഒരാൾ പോയി ശരണപ്പെടുന്നത് കാണുമ്പോൾ അറിയാം അവൻ്റെ മാനസാന്തരം എങ്ങനെയാണ്. അറിയാം. കാരണം എന്നറിയോ? തെറ്റിനെ യഹെസ്കേൽ പ്രവചനം 22:19 നമുക്ക് വായിക്കാം. യഹെസ്കേൽ പ്രവചനം 29:16. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്ന ഒരു ശരണമായി തീരാതെ. അപ്പൊ ഇത് പോകുമ്പോ മാനസാന്തരം ഉള്ളവൻ കാല് അടക്കി വയ്ക്കുമ്പോൾ ദൈവം അവന്റെ അകൃത്യം മറക്കും. എന്നാൽ മാനസാന്തരമില്ലാത്തവൻ ശരണപ്പെടുമ്പോൾ ദൈവം അവന്റെ അകൃത്യം ഓർക്കും. യൂദാ മാനസാന്തരപ്പെട്ട ചെങ്ങോട്ടാ പോയത്? ഇത്രയെല്ലാം കൂടെ നടന്ന് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ നിന്നെ അകൃത്യം വന്നു. എന്നാൽ അവൻ ചെല്ലേണ്ടത് എവിടെയാ? അവൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ മതി. അയ്യോ, കർത്താവ് തെറ്റിപ്പോയി. കർത്താവിനെ ത്യജിച്ചു പറഞ്ഞ് പ്രാഗിയവൻ അവൻ കർത്താവിലേക്ക് നോക്കി കരഞ്ഞു. ദൈവം കർത്താവ് വിടുവിച്ചു. കാരണം അവന് മാനസാന്തരം ഉണ്ട്. അത് കർത്താവിനറിയാം. അവന് മാനസാന്തരം ഉണ്ടെന്നുള്ള കർത്താവിനറിയാം. അവൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ കർത്താവിനറിയാം. എന്നാൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഓടിപ്പോയത് എങ്ങോട്ടാ? മഹാപുരോഹിതന്റെ അടുക്കിലേക്കാണ് പോയത്. ഇന്നും കർത്താവ് ആരാണെന്ന് അറിയാൻ പാടില്ല. ശരിയാതെ മാനസാന്തരം ഇല്ലാതെ തന്നെ വചനം പറയുന്നത് അവന്റെ ശരണപ്പെടുന്നത് എവിടെയാണ് ശരണപ്പെട്ടെ? മഹാപുരോഹിതന്റെ അടുക്കലാണ് ശരണപ്പെട്ടെ. കാരണം പഴയ നിയമത്തിനനുസരിച്ച് എന്തെങ്കിലും യാഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ തയ്യാറായിട്ട് പോവുക. ഇത് കാണുമ്പോൾ ദൈവത്തിന് ഓർമ്മ വരിക. എന്താ ഓർമ്മ വരുന്നത്?
വായിച്ചല്ലോ. അകൃത്യം ഓർപ്പിക്കുന്ന ഒരു ശരണം, അകൃത്യം ഓർപ്പിക്കുന്ന ശരണം. അതായത് പലരും അകൃത്യം നിമിത്തം അത് ഏറ്റുപറയുമ്പോഴും അതിന് വഴിപാട് കഴിക്കുമ്പോഴും അതിനുവേണ്ടി അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉപവസിക്കുമ്പോഴും കർത്താവ് അകൃത്യം മറക്കുമല്ല, പിന്നെ എന്ത് ചെയ്യുക? കർത്താവ് അകൃത്യം ഓർക്കുക. അത് നിമിത്തം ഈ ഉപവസിക്കാതെ ഇരുന്നെങ്കിൽ അത്രേ ഓർക്കില്ലായിരുന്നു. ഇത് മാനസാന്തരമില്ലാതെ വന്ന് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കിയതിനു ശേഷം അകൃത്യത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശരണപ്പെടുന്ന ശരണം ദൈവം അകൃത്യം ഓർക്കുക. അവൻ്റെ ആ പോക്ക് കണ്ടു കഴിയുമ്പോൾ അവൻ നോക്കുക, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, അതിന് എവിടെയാണ് പോകുന്നത്? അവിടെ പോയി കഴിയുമ്പോൾ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പുറത്ത് ആര് നിൽക്കുന്നു? കർത്താവിനെ ക്രൂശിച്ച കാൽവരി അവിടെ നിൽക്കുന്നു. ഇവന്റെ പാപത്തിനൊക്കെയും പരിഹാരം അവിടെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ മനസ്സില്ല, കാരണം മാനസാന്തരമില്ലാതെ തന്നെ, മാനസാന്തരമില്ലാതെ തന്നെ. അങ്ങനെ അവിടെ ചെന്നു നോക്കിയപ്പോൾ അകൃത്യം ഓർത്തു. മഹാപുരോഹിതൻ കൈയൊഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് എന്താ? നീ നിന്റെ കാര്യം നീ തന്നെ നോക്കിപ്പോ. രക്ഷയില്ലായെന്ന് കണ്ടു. ജീവിതം സകല വഴിയിലും മുട്ടിയെന്നറിഞ്ഞു അവൻ ഒരു കയറിന്മേൽ തീർന്നു. അതോടെ അവൻ്റെ ജീവിതം അവസാനിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാൽ അടക്കി വെക്കണം, അതിന് കഴിയണം. രണ്ടാമത്തത് നമ്മുടെ ശരണം. നമ്മൾ കർത്താവിലേക്ക് ശരണപ്പെടുമ്പോൾ ഒരു കാരണവശാലും നമ്മുടേതായ തെറ്റുകൾ ഗ്രഹിക്കാതെ നമുക്ക് മറ്റുള്ളവരുടെ മേൽ അനീതി ആരോപിച്ചുകൊണ്ടോ സ്വന്തം ക്രിയയെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ടോ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ദൈവം അത് നമ്മുടെ അകത്യത്തെ ഓർപ്പിക്കുന്ന ഒരു ശരണമായി തീരും. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്നും പ്രതിഫലമെന്ന് പറയുന്നത് വേറെ കാര്യം. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടല്ലോ, അതായത് 10,000 താലന്ത് കടപ്പെട്ട ഒരാള്, ഒരു യജമാനൻ അവൻ ഇളച്ചു കൊടുത്തു. അവൻ ഇളച്ചു കിട്ടിയ ഉടനെ തിരിച്ചു പോയപ്പോൾ എത്ര കടപ്പെട്ടവൻ? എത്ര? 100 കടപ്പെട്ട ഒരാൾ കണ്ടു. 100ന്റെ എത്ര ഇരട്ടിയാ? 10,000. 100ഉം 10,000 ആയിട്ട് എന്തെന്നാ? 100 × 100 10,000. 100ന്റെ 100 ഇരട്ടിയാണ് 10,000. അപ്പൊ യജമാനൻ എത്ര കടപ്പെട്ടിട്ടുണ്ട്? 100 10,000 കടപ്പെട്ടിട്ടുണ്ട്. ഇവന് കടപ്പെട്ടതോ 100 മാത്രം. ഇന്ന് നമ്മളുടെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മോട് പലതും ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു, ദൈവം സമ്മതിച്ചു. പക്ഷേ അതിനേക്കാൾ അതിന്റെ 100 ഇരട്ടി നമ്മിൽ നിന്ന് കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. ആ കർത്താവ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചെങ്കിൽ ഇന്ന് അത് ക്ഷമിക്കാതെ വേണം കർത്താവ് സന്നിധിയിൽ ഇരുന്ന് നമ്മുടെ അകത്യത്തെ ഓർപ്പിക്കുന്നതായ ഒരു ശരണമായി തീരാതിരിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചുകൊള്ളണം. അത് വിടുതലിന് പകരം മറ്റൊന്നായി തീരാതിരിക്കാൻ ദൈവത്തിന് മുമ്പാകെ നമ്മളിത് കിടക്കാരോട് ക്ഷമിക്കുന്ന ഉപവാസമായി തീരട്ടെ. അങ്ങനെ വന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിടുതലുണ്ട്. ഇല്ലായെങ്കിൽ നമ്മുടെ അകത്യങ്ങളൊക്കെയും കർത്താവിന് മുമ്പാകെ ഉണ്ട്, അത് ഓർക്കുകയും ചെയ്യും. കർത്താവ് അതിനെ പറയുന്നത്, ഇതാ നമ്മെ വിറ്റുകളയുവാനും നമ്മെ കവർന്നു കളയുവാനും ശത്രു ചെയ്ത പ്രവൃത്തികൾ നിമിത്തം നമ്മുടെ കുതികാലും നമ്മുടെ മുഖവും നമ്മുടെ ശബ്ദവും നമ്മുടേതായിട്ടുള്ള സകല കാര്യങ്ങളും അവൻ കവർന്നു കളഞ്ഞ സ്ഥാനത്ത് ദൈവം നമ്മെ മടക്കി വരുത്തി. ഇന്നിതാ ഒരു വിശുദ്ധ ദിവസം, 3 ദിവസം എന്ന് പറയുന്നത് ഇത് പവിത്രമായി തീരുവാനും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കുറ്റമറ്റ വിശുദ്ധരായി തീരുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ വക ദോഷം വെച്ചുകൊണ്ട് അത് നമ്മൾ വീണ്ടും ഒരു ദോഷത്തിലേക്ക് പോകാതെ വണ്ണം നമ്മുടെ സകല കടക്കാരോടും നമ്മൾ ക്ഷമിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ഇതാ നമ്മുടെ അകത്യങ്ങളൊക്കെയും പരിഹരിക്കപ്പെട്ട് നമ്മുടെ മുഖവും നമ്മുടെ കുതികാലും നമ്മുടെ സ്വരവും നമ്മുടെ ഹൃദയ അവസ്ഥയും എല്ലാം നമുക്ക് തിരിച്ചു തന്ന് നാളെ സ്വതന്ത്രരായിട്ട് ഈ ഉപവാസ പ്രാർത്ഥന എഴുന്നേൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാനാണ്. നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ അകൃത്യങ്ങൾ നീങ്ങിപ്പോകണം. നമ്മോട് ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതിന് 100 ഇരട്ടി നമ്മൾ കർത്താവിനോട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം കാലടക്കി വയ്ക്കുന്നുവെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന വിടുതലാണ്. അതാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കേൾക്കാനിടയായത്. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നുവെങ്കിൽ ഇതിനാൽ സഭയ്ക്കും സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയോട് നമുക്ക് മുട്ടുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസവും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കർത്താവെ ശത്രു കൈവശമാക്കിയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ, ഞങ്ങളെ വീണ്ടെടുപ്പാൻ വേണ്ട കർത്താവിനെ പ്രസാദിച്ചുകൊണ്ട് ഇന്ന് സഭയായി കൂടി വന്ന്
ഞങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുമ്പോൾ നീതിമാനായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ കർത്താവ് ഇന്ന് ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഉള്ളതോട് കർത്താവിനെ സ്തുതിക്കുന്നു. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പങ്കച്ച കെട്ടിയവൻ, ഇന്നലെയും എന്നേക്കും അനന്യനായിരിക്കുന്ന നാഥൻ, ഞങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തിപ്പാൻ കൂടെ കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ കൂടിയിരുന്നിരിക്കുന്ന കർത്താവിൽ ആശ വെച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും അകൃത്യം പരിഹരിക്കപ്പെട്ടിരിക്കണം. ഒരാൾ പോലും യാതൊരു തരത്തിലുള്ള തെറ്റും കുറ്റവുമായി ദോഷത്തിന്റെ ഫലവുമായി എഴുന്നേൽക്കാൻ സമ്മതിക്കരുത് കർത്താവെ. എല്ലാവരുടെയും അകൃത്യം പരിഹരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ജനത്തെ കർത്താവ് വഴി നയിക്കേണ്ടതിന് വേണ്ടി ദൈവമേ, ഞങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നീതിമാനായ ദൈവം ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ദയയും കരുണയും ഞങ്ങളോടൊപ്പം ഇരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ കർത്താവ് വിശദീകരിച്ചു തന്നവൻ പൂർണ്ണമായും ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ഒരു സമ്പൂർണ്ണമായ മടങ്ങിവരവും യഥാസ്ഥാനം ക്രമീകരണവും തരുവാൻ തക്കവണ്ണം ഞങ്ങൾ കാലടക്കി വയ്ക്കട്ടെ. ഞങ്ങൾ കർത്താവിൽ തന്നെ ശരണപ്പെടട്ടെ, തിരുനാമത്തിൽ തന്നെ ശരണപ്പെടട്ടെ. ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ദൈവമേ സ്വതന്ത്രരും വിശുദ്ധരും നിർമ്മലരുമായി തീരുവാൻ ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നാം മഹത്വം എടുക്കുവാനാകട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം.